പശ്ചിമേഷ്യയിലെ യുദ്ധരംഗം ഇപ്പോൾ വെറും മിസൈലുകളുടെയും ബോംബുകളുടെയും ഏറ്റുമുട്ടലിൽ ഒതുങ്ങുന്നില്ല. ആധുനിക ലോകത്തിന്റെ പുതിയ യുദ്ധഭൂമി ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ 3 പ്രധാന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കേന്ദ്രങ്ങൾ ഇറാനിയൻ ഡ്രോൺ ആക്രമണങ്ങളുടെ ലക്ഷ്യമായതോടെ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇനി യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായി മാറുന്നു എന്നത് ലോകം തിരിച്ചറിയുകയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ 2 ഡേറ്റാ സെന്ററുകൾക്ക് നേരിട്ട് നാശനഷ്ടമുണ്ടായപ്പോൾ ബഹ്റൈനിലെ മറ്റൊരു ഡിജിറ്റൽ സൗകര്യത്തിന് ഗുരുതരമായ ഘടനാപരമായ കേടുപാടുകൾ സംഭവിച്ചു. ഈ ആക്രമണം ഒരു സാധാരണ സൈനിക നീക്കമെന്നതിലുപരി ആധുനിക സാമ്പത്തിക വ്യവസ്ഥയുടെ തന്നെ നട്ടെല്ലായ ഡേറ്റാ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് ഒരു തന്ത്രപരമായ സന്ദേശമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആരംഭിച്ച വൻ സൈനിക നീക്കത്തിനു ശേഷമാണ് ഈ സംഭവവികാസങ്ങൾ ഉണ്ടായത്. റിപ്പോർട്ടുകൾ പ്രകാരം സൈനിക പ്രചാരണത്തിന്റെ ആദ്യ 12 മണിക്കൂറിനുള്ളിൽ ഏകദേശം 900 ലക്ഷ്യങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഈ ആക്രമണങ്ങളിൽ ഇറാന്റെ ചില ഉന്നത സൈനിക രാഷ്ട്രീയ നേതാക്കൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പിന്നാലെ ഉടൻ തന്നെ ഇറാൻ പ്രതികാര നടപടികളിലേക്ക് നീങ്ങിയതോടെ സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നു. മിസൈലുകൾക്കും ഡ്രോണുകൾക്കും പുറമെ ആധുനിക യുദ്ധത്തിൽ നിർണായകമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമാക്കുന്ന രീതിയിലാണ് ഇറാൻ ഇപ്പോൾ നീങ്ങുന്നതെന്ന് സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നത്തെ സൈനിക പ്രവർത്തനങ്ങളിൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിന് അതീവ പ്രാധാന്യമുണ്ട്. ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുന്നതിൽ നിന്നും യുദ്ധസാഹചര്യങ്ങൾ കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ അനുകരിക്കുന്നതുവരെ നിരവധി സൈനിക സംവിധാനങ്ങൾ ഇപ്പോൾ ഡേറ്റാ സെന്ററുകളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. US സൈന്യം അടുത്തിടെ നടത്തിയ ചില ആക്രമണങ്ങളുടെ ആസൂത്രണത്തിൽ നൂതന AI ഉപകരണങ്ങൾ ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. അതിനാൽ തന്നെ ഈ ഡേറ്റാ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നത് ശത്രുസൈന്യത്തിന്റെ സാങ്കേതിക സംവിധാനങ്ങളുടെ ഡിജിറ്റൽ നട്ടെല്ല് തകർക്കാനുള്ള ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഡേറ്റാ സെന്ററുകൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലമതിക്കപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങളിലൊന്നാണ്. ഇവ സ്ഥാപിക്കാനും പരിപാലിക്കാനും പലപ്പോഴും കോടിക്കണക്കിന് ഡോളറുകളുടെ നിക്ഷേപം ആവശ്യമാണ്. ഉയർന്ന സുരക്ഷയും സ്ഥിരതയുള്ള വൈദ്യുതി വിതരണവും ആധുനിക കൂളിംഗ് സംവിധാനങ്ങളും ഉൾപ്പെടുന്ന വലിയ സാങ്കേതിക ശൃംഖലകളാണ് ഇത്തരം കേന്ദ്രങ്ങൾ. അതിനാൽ തന്നെ ഇത്തരം ഡിജിറ്റൽ ആസ്തികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം വെറും സാങ്കേതിക സൗകര്യങ്ങളെ തകർക്കുന്നത് മാത്രമല്ല, അതിലൂടെ സാമ്പത്തിക വിശ്വാസത്തെയും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഗൾഫ് മേഖലയിൽ ആഗോള ടെക്നോളജി കേന്ദ്രങ്ങളായി വളരാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഈ ആക്രമണം അവരുടെ സാമ്പത്തിക പദ്ധതികൾക്കും വലിയ വെല്ലുവിളിയാണ്. പഴയ യുദ്ധങ്ങളിൽ സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കാൻ എണ്ണ പൈപ്പ്ലൈനുകളെയും ശുദ്ധീകരണശാലകളെയും ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ 21ാം നൂറ്റാണ്ടിൽ ഡേറ്റയാണ് പുതിയ എണ്ണ എന്ന് പല വിദഗ്ധരും പറയുന്നുണ്ട്. അതിനാൽ തന്നെ ക്ലൗഡ് സ്റ്റോറേജ് കേന്ദ്രങ്ങൾ ആധുനിക കാലത്തെ ഡിജിറ്റൽ ശുദ്ധീകരണശാലകളായി കണക്കാക്കപ്പെടുന്നു. ഒരു വലിയ ഡേറ്റാ സെന്ററിന് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒരേ സമയം തടസ്സപ്പെടാം. ബാങ്കിംഗ്, ഇ-കോമേഴ്സ്, ആശയവിനിമയം, സൈനിക ഇന്റലിജൻസ് എന്നിവയെല്ലാം ഇതിന്റെ ആഘാതം നേരിടാൻ സാധ്യതയുണ്ട്. ഡ്രോൺ ആക്രമണങ്ങളുടെ ഫലമായി UAEയിലെ ചില പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണത്തിൽ ഗുരുതരമായ തടസ്സങ്ങളുണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു. ചില ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂണിറ്റുകളിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് നാശനഷ്ടം നിയന്ത്രിക്കാൻ അടിയന്തര സേവനങ്ങൾ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടിവന്നു. ഇതോടെ UAEയിലെ 2 പ്രധാന ഡേറ്റാ ലഭ്യതാ മേഖലകൾ താൽക്കാലികമായി ഓഫ്ലൈനായി. ഇതിന്റെ ഫലമായി നിരവധി അന്താരാഷ്ട്ര കമ്പനികൾക്കും ഉപഭോക്താക്കൾക്കും കണക്ടിവിറ്റി പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു. ഈ സംഭവത്തിന്റെ ആഘാതം ഉടൻ തന്നെ ആഗോള സാമ്പത്തിക വിപണികളിലും പ്രതിഫലിച്ചു. ആക്രമണത്തിന്റെ വാർത്ത പുറത്തുവന്നതിനു പിന്നാലെ ലക്ഷ്യമിട്ട ടെക്നോളജി കമ്പനികളുടെ ഓഹരികൾ പ്രീമാർക്കറ്റ് വ്യാപാരത്തിൽ ഏകദേശം 2.7% വരെ ഇടിഞ്ഞു. ഇത് ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ ആഘാതത്തിൽ നിന്നും സുരക്ഷിതമല്ല എന്ന് വീണ്ടും തെളിയിക്കുന്നു. ഇന്ന് ലോകമൊരു പുതിയ യുദ്ധയുഗത്തിലേക്ക് കടക്കുകയാണ്. മുൻപ് യുദ്ധം നടന്നിരുന്നത് അതിർത്തികളിലായിരുന്നു. ഇപ്പോൾ അത് സൈബർ നെറ്റ്വർക്കുകളിലും ഡേറ്റാ സെന്ററുകളിലും നടക്കുന്നുണ്ട്. ഒരു മിസൈൽ ഒരു നഗരത്തെ തകർക്കുമ്പോൾ ഒരു ഡേറ്റാ സെന്ററിനുണ്ടാകുന്ന കേടുപാടുകൾ ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിലച്ചുപോകാൻ കാരണമാകും. ബാങ്കിംഗ്, ഇ-കോമേഴ്സ്, ആശയവിനിമയം, സൈനിക ഇന്റലിജൻസ് എന്നിവയെല്ലാം ഇതിന്റെ ആഘാതം നേരിടാൻ സാധ്യതയുണ്ട്. ഗൾഫ് മേഖലയിലെ ഈ പുതിയ സംഭവവികാസം ലോകത്തിനു മുന്നിൽ ഒരു പ്രധാന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഭാവിയിലെ യുദ്ധങ്ങൾ വെറും ആയുധങ്ങളുടെയും സൈന്യങ്ങളുടെയും ഏറ്റുമുട്ടലായിരിക്കില്ല. അവ ഡേറ്റയുടെയും ടെക്നോളജിയുടെയും നിയന്ത്രണത്തിനുള്ള പോരാട്ടങ്ങളായിരിക്കും. ആ യുദ്ധത്തിൽ ജയിക്കുന്നത് സൈനിക ശക്തിയുള്ളവരല്ല, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നവരായിരിക്കും.